ഓം ശാന്തി. ഞാൻ ഒരു ചൈതന്യ ജ്യോതിപുഞ്ചമാണ്. അവതരിത ആത്മാവാണ്. സദാ കല്യാണകാരി ദയാസാഗരനായ പരമാത്മാ പിതാവിൻ്റെ സന്താനം ഞാൻ. വിശ്വ കല്യാണകാരി ആത്മാവാണ്. വിശ്വത്തിലെ സർവ ആത്മാക്കളുടെയും പ്രതി എന്നിൽ കല്യാണ ഭാവനയാണ്. ഞാൻ സർവരുടെയും പ്രതി ശ്രേഷ്ഠ ഭാവന വെക്കുന്നു. ബാപ്പ് സമാനം ദയാഹൃദയായി ആരുടെയും തെറ്റിനെ നോക്കാതെ അവരെ പരവശ ആത്മാവാണെന്ന് കരുതുന്നു. അവരുടെ സംസ്കാരങ്ങളെയും പരിവർത്തനം ചെയ്യുന്നു. ഏത് അവഗുണങ്ങളുള്ള ആത്മാവായാലും കടുത്ത സംസ്കാരമുള്ളവരായാലും ഞാൻ ആ ആത്മാവിനെ പ്രതിയും കല്യാണ ഭാവന വയ്ക്കുന്നു. അപകാരികളുടെ മേലെയും ഉപകാരത്തിന്റെ ഭാവന വയ്ക്കുന്നു. ദുർബലരായ അവഗുണധാരി ആത്മാക്കൾക്കും ശക്തി നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നു. വീണ് കിടക്കുന്നവർക്കും ആദരവ് നൽകി ഉയർത്തുന്നു. തന്റെ സഹയോഗിയാക്കുന്നു. അവരുടെ പ്രതി സദാ കല്യാണ ഭാവന വെക്കുന്നു. ഇപ്പോൾ എനിക്ക് മുഴുവൻ വിശ്വത്തിലെ ബാബയെ മറന്ന ആത്മാക്കളെ കല്യാണ ഭാവനയിലൂടെ ലക്ഷ്യത്തിലെത്തിക്കണം. സർവർക്കും അവിനാശി പ്രാപ്തിയുടെ അഞ്ജലി നൽകി ശക്തി പ്രദാനം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാൻ പവർഫുൾ വൈബ്രേഷൻസ് വായുമണ്ഡലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. സമ്പർക്കത്തിൽ വരുന്നവർക്ക് ദയയുടെ ദൃഷ്ടി നൽകി സർവശക്തികളുടെയും വരദാനത്തിലൂടെയും സെക്കൻഡിൽ ജ്ഞാനത്തിന്റെ അനുഭൂതി ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപത്തിൽ വിശ്വത്തിന്റെ ഗ്ലോബിന് മുകളിലിരുന്ന് ലോകത്തിൽ അലയുന്ന ആത്മാക്കളുടെ ബുദ്ധി ശാന്തമാക്കുന്നു. ദുഃഖീയ ശാന്ത ആത്മാക്കളുടെ വിളി കേൾക്കുന്നു. ഞാൻ ദയാഹൃദയി ഫരിസ്ത ഓൾമൈറ്റി ബാബയിൽ നിന്നും പവിത്രത, സുഖ, ശാന്തിയുടെ കിരണങ്ങൾ എടുത്ത് വിശ്വത്തിൽ പരത്തുന്നു. ലോകത്തിലെ സമസ്ത ആത്മാക്കൾക്കും പവർഫുൾ സകാശം നൽകി ഞാൻ സർവരുടെയും ദുഃഖാശാന്തിയിൽ നിന്ന് മുക്തമാക്കുന്നു. ഞാൻ എൻ്റെ വിശ്വ കല്യാണത്തിൻ്റെ ശ്രേഷ്ഠ കർമ്മത്തിനായി നിമിത്തമാണ്. ഞാൻ ശ്രീമതത്തിലൂടെ കല്യാണകാരിയായി സർവർക്കും സുഖത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നു. ദേഹാഭിമാനം തെറ്റ് ചെയ്യിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ അകർത്തവ്യങ്ങൾ ചെയ്യരുത്. ക്ഷീരഖണ്ഡമായി സർവീസിന്റെ പ്ലാൻ ഉണ്ടാക്കൂ.
മുരളി കേട്ടിട്ട് ധാരണ ചെയ്യുന്നു. ദേഹി അഭിമാനിയായി സർവീസ് ചെയ്യുന്നു. ഞാൻ മറ്റെല്ലാ സംഘങ്ങളും വിട്ട് ഒരു ബാബയുടെ സംഘത്തിൽ ചേർന്നു. ദേഹാഭിമാനം എന്ന പദത്തെ ഭ്രഷ്ടമാക്കുന്നു. ഈ സമയം ഏതെങ്കിലും അകർത്തവ്യം ചെയ്താൽ കൽപ്പാന്തരങ്ങളിൽ പദഭ്രഷ്ടരാകുന്നു. ഇത് വലിയ നഷ്ടമാകും. ഓരോ കുട്ടിയും കല്യാണക്കാരിയായി സർവർക്കും സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ബാബ വൈസ്ലെസ്സായ ലോകം സ്ഥാപിക്കുകയാണ്. ബാബ കല്യാണക്കാരിയാണ്. മന്മനാഭവ എന്നാൽ ആത്മീയയാത്രയിൽ ഇരിക്കൂ, എന്നെ ഓർമ്മിക്കൂ. ബാബയും ഗുപ്തമാണ്, ജ്ഞാനവും ഗുപ്തമാണ്. പുനർജന്മം ആത്മാവ് തന്നെ എടുക്കുന്നു. കർമ്മഫലമനുസരിച്ച് ഞാൻ ദേഹി അഭിമാനിയായി സർവ്വതും മനസ്സിലാക്കി കൊടുക്കുന്നു. ദേഹി അഭിമാനിയായി സർവീസിന്റെ വ്യത്യസ്തമായ യുക്തി കൊണ്ടുവരണം. ഏതുപോലെ ബാബ വിശ്വ കല്യാണക്കാരി, അതുപോലെ കല്യാണക്കാരിയാകണം. പ്രീതബുദ്ധിയായി എല്ലാ സംഘങ്ങളും ഒഴിവാക്കി ഒരു ബാബയുടെ സംഘത്തിൽ ചേരണം. യാതൊരു അകർത്തവ്യവും ചെയ്യരുത്. അത് കൽപ്പാന്തരങ്ങളിലേക്ക് നഷ്ടമുണ്ടാക്കും. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ നഷ്ടോ മോഹസ്മൃതി സ്വരൂപമാകുന്ന അജൽ അഡോളാത്മാവാക്കുന്നു. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിൽ ശരീരത്തിൻ്റെയും കൂടെ രമണീകതയും സമാവേശമാക്കുന്നു. രാജ അധികാരിയുടെ കൂടെ പരിധിയില്ലാത്ത വൈരാഗിയായിരിക്കുന്നതാണ് രാജഋഷിയുടെ ലക്ഷണം. ബാബ സൂചന നൽകിയിരിക്കുന്നു. ഞാൻ സമർത്ഥ സങ്കല്പം ചെയ്യുന്നു. സദാ ബാബ രക്ഷകനാണ്, കല്യാണക്കാരിയാണ്. ഈ നിശ്ചയത്തിൽ വിജയം തീർച്ചയായും ഉണ്ടാകുന്നു. സദാ കല്യാണത്തിന്റെ ബിന്ദിയിടുക, ഫുൾ സ്റ്റോപ്പ്. ഈ വിധിയിലൂടെ ഓരോ കാര്യവും സഹജമായി തീരുന്നു, സിദ്ധിയും ഉണ്ടാകുന്നു. ഓം ശാന്തി.